ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 8-ൽ. അതെ, റയാൻ റാണവിനെ പിടിച്ച് തള്ളിയിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ സീസൺ 4-ൽ മലയാളത്തിൽ നടന്നതുപോലെ തന്നെ ഒരു തള്ളൽ, ഒരു ഉന്തൽ നടന്നിരിക്കുന്നു. തിരിച്ച് നമ്മുടെ റാണവം ഇങ്ങനെ ചാടിക്കയറി ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ടച്ച് ആക്ട് വലുതായിട്ട് വരുന്നില്ല. പക്ഷെ റയാൻ നല്ലൊരു പുഷ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മലയാളം ബിഗ് ബോസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഇജക്റ്റ് ആക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഇജക്റ്റ് ആക്കാം കേട്ടോ. അങ്ങനെയാണ് ചിലപ്പോൾ ഇജക്റ്റ് ആക്കാം. മിക്കവാറും യെല്ലോ കാർഡ് ആയിരിക്കും കൊടുക്കുന്നത്. യെല്ലോ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രൈക്കാണ്. നമ്മുടെ മലയാളം ബിഗ് ബോസിലാ കൊടുത്തല്ലോ ഇപ്പൊ കഴിഞ്ഞ തവണ, അതുപോലെ സ്ട്രൈക്കാണ്. ഇനി റെഡ് കാർഡ് ആണെങ്കിൽ ഇജക്ഷൻ ആണ്. റെഡ് കാർഡ് ആണെങ്കിൽ ഇജക്ഷൻ ആണ്. റെഡ് കാർഡിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ തമിഴ് ബിബിയും ഹിന്ദി ബിബിയിലൊക്കെ കഴിഞ്ഞ OTT 3-ലും കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചു. അർമാനൊക്കെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചിട്ട് വിശാലിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും തിരിച്ചു കയറ്റി. പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു സീസൺ 17-ലെ അഭിഷേക് അടിച്ചിട്ട് അഭിഷേകിനെ കയറ്റി. അപ്പം നോക്കാം, അറിയില്ല. എന്തായാലും വലിയൊരു വിജയ് സേതുപതി ഈ ആഴ്ച കലക്കും. വിജയ് സേതുപതിക്കുള്ള കണ്ടന്റൊക്കെ ഈ ആഴ്ച കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ നടന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ റിവ്യൂ കാണാൻ കുറേ പേര് കാത്തിരിക്കുന്നുണ്ടാവും. കാരണം ഫിസിക്കൽ അസോൾട്ട് നടന്നപ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്താണ്, ഞാൻ എന്തോന്ന് പറയുന്നു, എനിക്കിതൊക്കെ പുല്ലായി. ഇപ്പൊ കണ്ടേ നിങ്ങൾ വിചാരിക്കായിരിക്കും, അയ്യോ ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ട് ഞാൻ ഇങ്ങനെയാണോ പറയുന്നത്? ഇത് മലയാളം ബിഗ് ബോസ് അല്ല. മലയാളം ബിഗ് ബോസ് ആണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ പിടിച്ച് വെളിയിലാക്കും. തമിഴ് ഹിന്ദി അങ്ങനെ അല്ല. എനിക്ക് അതുകൊണ്ട് ചിരിയാണ് വന്നത് ഇത് കണ്ടപ്പോൾ. അത് പ്രതീക്ഷിച്ച് ഇവിടെ ആരും ഇരിക്കണ്ട. അത് ബൈ ചാൻസ്, വളരെ ചെറിയ ചാൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ സാചന, അയ്യോ സാചനയുടെ ചീവീട് വിളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് ചെവി പൊട്ടിപ്പോകുന്ന ലെവലിലായി പോകുന്നു. എന്നിരുന്നാലും സാചന ദീപക്കിന് കൊടുത്ത 5 പൂവിൽ നിന്നും 1 പൂ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ദീപക്കിന്റെ ക്യാപ്റ്റൻസിയിൽ ദീപക് ഒപ്പീനിയൻ പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഒരു ടാസ്ക് എന്ന് കൊടുക്കുന്നു. ആരാണ് ഇവിടുത്തെ പപ്പറ്റ് മാസ്റ്ററും അവരുടെ പപ്പറ്റും, അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് പവിത്രയും സൗന്ദര്യം കൂടെ അടിയാവുന്നു. സൗന്ദര്യയുടെ അടി അറിയാല്ല. എന്താടി ചാടി സൗന്ദര്യം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വീക്കിലി ടാസ്ക് തീർന്നിട്ടില്ല. അതെ, ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നും നടന്നിട്ടും വീക്കിലി ടാസ്ക് തീർന്നിട്ടില്ല. നാളെയും കൂടി കാണും എന്തായാലും. അപ്പൊ നാളെ മിക്കവാറും വീക്കിലി ടാസ്ക് ഇനിയിപ്പം കുറച്ചുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ കാണും, ജയിൽ നോമിനേഷൻ കാണും. അപ്പൊ ഇതെല്ലാം മിക്സ്ചർ ആയിരിക്കും നാളെ. പിന്നെ ശിവ, എൻ്റെ പൊന്നെ, വാ തുറന്ന് ശിവ ഇന്ന് വാ തുറക്ക മാത്രമല്ല പൊട്ടിത്തെറിച്ച്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് അലറി വിളിച്ച് കീറുന്നുണ്ടായിരുന്നു ശിവ. ഇനി നമ്മുടെ വീക്കിലി ടാസ്കിൽ 4 പേരെ ബാക്കിയുള്ളൂ. ശിവ, അരുൺ, സാചന, ജെഫ്രി. ഇവർ 4 പേരിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് നെക്സ്റ്റ് വീക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടും നടന്നത്. അപ്പൊ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 53-ലെ നവംബർ 28 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം പറയുന്നതിന് മുന്നേ ഇന്നലെ നടന്നൊരു ചെറിയൊരു ടോപ്പിക്കിന് ഒരു ക്ലിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. അത് ഈ സീസണെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലിപ്പിംഗ് ആയതുകൊണ്ട് ഞാൻ ആ കേസ് പറയാം. അതായത് നമ്മുടെ വിശാല് തർഷികയെടുത്ത് കാണിക്കുന്ന ആ ഒരു സാധനം അട്ടർ ഫേക്ക് ആണ് എന്നുള്ള കാര്യം ഇന്നലെ വിശാല് തുറന്നു പറയുന്നുണ്ട്. റാണവിൻ്റെ അടുത്തും പിന്നെ അരുണാണോ റയാനാണോ അവരുടെ അടുത്ത് എന്തോ ആണ് പറയുന്നത്. ഞാൻ ആ ക്ലിപ്പ് വളരെ വ്യക്തമായിട്ട് കണ്ടു. അതിനകത്ത് റാണോ പറയുന്നുണ്ട്, ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഒരു നടനാണ്, പുറത്ത് ഞാനൊരു നടനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ, ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഞാനൊരു കോംബോ ഉണ്ടാക്കി കഴിഞ്ഞാലും എനിക്കതൊരു സപ്പോർട്ടായിട്ടേ മാറത്തുള്ളൂ. ഞാനൊരു പബ്ലിക് ഫിഗറാണ്, ഞാനൊരു ആക്ടറാണ് എന്നാണ് ഈ പറയുന്ന നമ്മുടെ വിശാല് പറഞ്ഞത്. അതുകൊണ്ട് വിശാലിൻ്റെ ആ സാധനം പക്കാ ഫേക്കാണ്. ഞാൻ എൻ്റെ സൗണ്ട് മാത്രം ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റാണവും റയാനും ഒരിക്കും, രഞ്ജിത്തോ ആരോ ഒരിക്കുമ്പോഴാണ് പറഞ്ഞത്. ഞാൻ ആ സൗണ്ട് മാത്രം കേൾപ്പിക്കാമേ. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് അതെല്ലാം ഒരു പ്ലസ് ആണ്. നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതാണ് എനിക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. എന്റെ മുഖം വന്ന് പുറത്ത് ഹീറോയാണ്. അപ്പൊ ആളുകൾ എന്നെ കാണുമ്പം ഹീറോ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ തർഷികയായിട്ടുള്ള ഈ സാധനം എനിക്ക് പ്ലസ് ചെയ്യുള്ളൂ എന്ന്. കൊള്ളാം വിശാലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടാ. അയ്യോ, ഒന്ന് തുറന്നും കൂടെ പറഞ്ഞപ്പം ശുഭം.
അപ്പൊ വിശാലിന് ദൈവം കരുതി ഈ ലവ് കോംബോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ അത് ലവ് കോംബോ അല്ല, വിശാൽ തന്നെ തുറന്നു പറഞ്ഞു. പക്ഷെ പാവം തർഷികയ്ക്ക് അറിഞ്ഞുകൂടാ, മൂക്കം കുത്തി വീണിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം, റിവ്യൂലേക്ക് വരാം. അപ്പം എപ്പിസോഡ് രാവിലെ തന്നെ കിച്ചണിൽ ആണ് ആരംഭിക്കുന്നത്. കിച്ചണിൽ നമ്മുടെ കോഫി ഇടുന്നു, കോഫി 13 പേർക്ക് കോഫി, ഇന്നവർക്ക് ചായ, കുറച്ച് പേർക്ക് പഞ്ചാര ഇടണ്ട എന്നൊക്കെ പറഞ്ഞ് അരുൺ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ചരി അങ്ങോട്ട് വരുന്നു. മഞ്ചരി എന്തോ ഹെൽത്ത് മിക്സിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അരുൺ പറയുന്നത് നമ്മുടെ കൺട്രോളിലാണ്, നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങൾ അങ്ങോട്ട് കയറാൻ നിൽക്കണ്ട എന്നുള്ള ലെവലിൽ മഞ്ചരി എടുത്ത് ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അരുണിന് ഇത്തിരി ഡോമിനൻസ് ഉണ്ടായിരുന്നു ആ സംസാരത്തിൽ. മഞ്ചരി നേരെ ദീപകിന്റെ അടുത്ത് പോകുന്നു. ഇതെന്ത് കിച്ചണിലുള്ളവരല്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് ആർക്കും കിച്ചണിൽ കയറിക്കൂടെ, എന്താ പ്രശ്നം? അപ്പോഴത്തേക്കും ദീപക് അത് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം നിനക്ക് എന്ത് വേണം, ഹെൽത്ത് മിക്സ് വേണം, അവരോട് പറഞ്ഞാൽ മതി. അവർ വർക്ക് ചെയ്യുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും മഞ്ചരി എന്തിനാണ് ഈ ബാക്കിയുള്ളവർ ഇത്ര റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദീപക്? അത് ഈ ആഴ്ച അങ്ങനെയാണ്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. ഇവിടുത്തെ പപ്പറ്റ് മാസ്റ്റർ ആരാണ്, അതായത് ഒരാളെ കയ്യിൽ പിടിച്ചു വെച്ച് ഇങ്ങനെ കുതിര കണക്കിരിക്കുന്ന ആരാണ് ഇവിടെ മറ്റൊരാളെ നിയന്ത്രിക്കുന്നത്, അയാളുടെ കയ്യിലിരിക്കുന്ന പപ്പറ്റ് ആരാണ്? അപ്പൊ തർഷികയാണ് പോകുന്നത്. ദീപക്കാണ് ഇവിടുത്തെ പപ്പറ്റ് മാസ്റ്റർ. ദീപക്ക് നിയന്ത്രിക്കുന്ന പപ്പറ്റുകൾ റാണവും ശിവയാണ്. അവർ എന്ത് പഴഞ്ഞു കഴിഞ്ഞാലും ഈ ദീപക്ക് പറയുന്നത് കേൾക്കും. വിശാല പോകുന്നു. ജാക്ലിനാണ് പപ്പറ്റ് മാസ്റ്റർ. സൗന്ദര്യം റയാനുമാണ് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ. പിന്നെ വീക്ക് ബേസ് ചെയ്ത് വീക്ക് മാറുമ്പോഴത്തേക്കും ഓരോരോ പുതിയ പപ്പറ്റ് മാസ്റ്ററുകളും വരും. അടുത്ത് പവിത്ര പോകുന്നു. മുത്തുവും ദീപക്കുമാണ് അടുത്ത പപ്പറ്റ് മാസ്റ്റേഴ്സ്. വിശാല്, അരുണ്, രഞ്ജിത്ത്, ശിവ ഇവരൊക്കെ ഇവരുടെ അടിമകളാണ്. അടുത്ത് ആനന്ദി പോകുന്നു. ദീപക്കാണ് പപ്പറ്റ് മാസ്റ്റർ. മുത്തു ആണ് ഇവിടുത്തെ അവന്റെ പപ്പറ്റ്. കാരണം ദീപക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു എതിർത്ത് പറയില്ല. അടുത്ത് മഞ്ചരി. ആനന്ദിയാണ് ഇവിടുത്തെ പപ്പറ്റ് മാസ്റ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇങ്ങനെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്ന അല്ല പപ്പറ്റ് മാസ്റ്റർ, കാണിക്കാതെ ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന ആളാണ് പപ്പറ്റ് മാസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ആനന്ദിയാണ് ഇങ്ങനെ നല്ല ലെവലിലൊക്കെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ആനന്ദിയുടെ പപ്പറ്റുകൾ ആരൊക്കെയാണ്? പവിത്രയും അൻഷിതയാണ്. അപ്പൊ ജാക്ലിൻ. വിശാലാണ് ഇവിടെ കോമഡിയൊക്കെ കാണിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പപ്പറ്റ് മാസ്റ്റർ ആണ്. പിന്നെ സത്യ, അരുൺ, ദീപക് ഒക്കെയാണ് ഇവന്റെ പപ്പറ്റുകൾ. അടുത്ത സൗന്ദര്യ, മുത്തു, ദീപക്, അരുൺ ഇവരൊക്കെ പപ്പറ്റ് മാസ്റ്റർ ആണ്. എന്നാലും മാസ്റ്റർ ഓഫ് ദ മാസ്റ്റർ ഈ ദീപക്കാണ്. ഈ ദീപക്കിൻ്റെ ഞാനും ഒരു പപ്പറ്റ് തന്നെയാണ്. ദീപക്കിൻ്റെ ഏതും സൗന്ദര്യം പറയാണ് ഞാൻ രഞ്ജിത്ത് പവിത്ര ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പവിത്രയെ എന്നെ എന്തിനു പറഞ്ഞത്? പവിത്ര അത് നീ ആ ഫ്രിഡ്ജിന്റെ കേസിൽ സംസാരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ദീപക്കണ്ണം പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരുന്നില്ലേ എന്നിങ്ങനെ സൗന്ദര്യം ചോദിക്കുകയാണ്. അപ്പം പവിത്രയ്ക്ക് അപ്പം പൊട്ടുന്നു. ഇതിന്റെ ബാക്കിയുണ്ട് പറയാമേ. അപ്പൊ അൻഷിത പോകുന്നു. മുത്തുവാണ് അടുത്ത പപ്പറ്റ് മാസ്റ്റർ. പിന്നെ മുത്തുവിന്റെ ഈ പപ്പറ്റുകൾ ആരൊക്കെയാണ്? ഞാൻ, ശിവ, രഞ്ജിത്ത്, സാജന, റാണവ്, ദീപക് എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പറയുന്നു. അടുത്ത് മുത്തു പോകുന്നു. റാണവാണ് ഇവിടുത്തെ പപ്പറ്റ് മാസ്റ്റർ. എല്ലാവരുടെയും അടുത്ത് പോയി ഞാനൊരു ഇന്നസെന്റ് ആണ് എന്നുള്ള ലെവലിൽ കാണിച്ചുകൊണ്ട് നടക്കണം. എല്ലാവരും പപ്പറ്റുകളാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ ടാസ്ക് കഴിയുന്നു. ദീപക് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചെടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും, നമുക്കിത് സോൾവ് ആക്കാൻ നോക്കാം. അപ്പോൾ പവിത്ര പറയാണ്, അതായത് ആ ഫ്രിഡ്ജ് പോയി ഞാൻ തുറന്നപ്പോഴത്തേക്കും എന്നെ ഈ കിച്ചൺ ടീമിലുള്ളവരൊക്കെ ഇങ്ങനെ അദൃശ്യമായിട്ട് ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ പോയതല്ല, എനിക്കുള്ള സാധനം അതിനകത്തുണ്ടായിരുന്നു, അത് എടുക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയണം. അപ്പോൾ ദീപക് അത് ഒരു ഫോർമാലിറ്റിയാണ്, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഒരു ഫോർമാലിറ്റിയാണ്. കിച്ചൺ ഇൻചാർജ് അവിടെ ഉണ്ട്, നിങ്ങൾക്കത് പറഞ്ഞിട്ട് ചെയ്യാം. നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുവാണെങ്കിലോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അധികാരപ്പെട്ടതായിരിക്കാം, എന്നിരുന്നാലും നിങ്ങളത് പറഞ്ഞിട്ട് ചെയ്യുക. നിങ്ങൾ ആരെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അവിടെ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴും ജാക്കലിന് സൗന്ദര്യോട് എന്താണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ല. അപ്പൊ സൗന്ദര്യ ഇത് വേറെ വീട് വല്ലതും ആണ്, ഇതിപ്പോ വേറെ വീടാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ വീടല്ലേ, ഇപ്പൊ നമ്മൾ വേറെ വീട്ടിൽ പോയി ചെയ്യുമ്പോഴല്ലേ നമ്മൾ ചോദിച്ചിട്ടൊക്കെ ഫ്രിഡ്ജൊക്കെ തുറക്കുന്നത്. ഇതിപ്പോ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യാനുള്ളത്? അപ്പൊ ജാക്കലിൻ ഓപ്പൺ ചെയ്യുന്നതിന് പോലും എന്തിനാണ് പെർമിഷൻ ചോദിക്കുന്നത്? ഫ്രിഡ്ജ് ഒന്ന് തുറക്കുന്നതിന് പോലും. അപ്പൊ മുത്ത് പറയാണ്, ഡോണ്ട് ആക്സസ് എന്ന് പറയുന്നത് വളരെ തെറ്റുള്ള ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്യാനേ പാടില്ല, എടുക്കാനേ പാടില്ല എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും എടുക്കാനോ പറയാനൊക്കെ ആണെങ്കിൽ പറഞ്ഞില്ല, അത് ഓക്കെ, മര്യാദക്കുള്ളൊരു അങ്ങനെ ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളാകുന്നു. അപ്പൊ മുത്ത് പറയുന്നു, നല്ല കാര്യമാണ് ദീപക് പറഞ്ഞത്, പക്ഷേ സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദീപക് ഇവിടെ കൺട്രോൾ ചെയ്യാണ്. പ്രശ്നമേ ഉണ്ടാകരുത്, അതല്ല ദീപക് ചെയ്യാനുള്ളത്. മുത്ത് പറയണം, അതല്ല ചെയ്യാനുള്ള. എന്താണ്? അവർ ഓരോരുത്തരെയും അവരവർക്ക് എങ്ങനെയാണോ സ്വന്തമായിട്ട് ഇരിക്കാൻ താല്പര്യം, എന്താണോ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യം, അതിന് വിട്ടുകൊടുക്കുക. അവർ സ്വന്തമായിട്ട് ചെയ്തോട്ടെ. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുക. അതാണ് ദീപക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. ബിഗ് ബോസ് ഞാൻ ഇത്രയും നാൾ കണ്ടിട്ട് ഇങ്ങനൊരു പോയിന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ബിഗ് ബോസ് ഞാൻ ഓരോ സീസൺസ് കാണുമ്പോഴും ഇപ്പം
ഞാൻ മലയാളം സീസൺ 5 റിവ്യൂ ചെയ്തു, 6 റിവ്യൂ ചെയ്തു, തമിഴ് സീസൺ 7 റിവ്യൂ ചെയ്തു. എൻ്റെ 4ാമത്തെ സീസണാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ സീസൺ കാണുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ ചില വാലിഡ് പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. ആ മുത്ത് പറഞ്ഞ സാധനം കൊള്ളാം. പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സാമ്യം അങ്ങനെ വേണ്ട. ഇത് ബിഗ് ബോസ് അല്ലേ, ഇത് ഓരോരുത്തരും അവരവരെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ. അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുക, അതാണ് ക്യാപ്റ്റന്റെ പണി എന്ന് പറയുന്നത്. അത് കറക്റ്റ് സാധനമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആനന്ദി അല്ല, അത് ചെയ്യുമ്പം അങ്ങനെ പറ്റില്ല, ഇത് ചെയ്യുമ്പം ഇങ്ങനെ പറ്റില്ല, കുളിക്കാൻ പോകുന്ന ഈ ടൈമിന്, കഴിക്കാൻ വരുന്ന ഈ ടൈമിന്, ബാത്റൂമിൽ പോകുന്ന ഈ ടൈമിന്, ഇത് എന്തിനാണ് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? പറയുമ്പോഴേ ചെയ്യണം. ആ ബാത്റൂമിൽ പോകുന്ന നേരത്തെ എല്ലാവരോടും അടുപ്പിക്കുന്ന തള്ളലാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പിന്നെ വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇല്ല. രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ ഞാൻ വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് മാന്യതയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സാജന അറിയാല്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സാജന അങ്ങ് എഴുന്നേറ്റ് നേരെ വരുന്നു, എനിക്ക് ഫ്ലവർ പറിക്കാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാജന അറിയാല്ല സംസാരം. ഞാൻ കളിയാക്കിയല്ല, ആ ചെവി പൊളക്കും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ. ക്യാപ്റ്റന്റെ ഒരു സ്കില്ല് ലിസണിങ് ആയിരിക്കണം. ക്യാപ്റ്റൻ എപ്പോഴും ലിസൺ ചെയ്യുന്ന ആളായിരിക്കണം. പക്ഷെ ഇവിടെ ഒരൊറ്റ കാര്യം ദീപക്കണ്ണൻ കേൾക്കൂല. നമ്മൾ എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചൊതുക്കി അവിടെ ഇരുത്തും, തടുത്ത് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കാൻ വിടാതെ നില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ലിസൺ ആണ് വേണ്ടത്. സോ ഞാനൊരു പൂ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോണ്. അപ്പൊ എല്ലാവരും ശേഷം നെല്ല് കട്ട് ചെയ്യാൻ പോലെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആയിരുന്നല്ലോ മഞ്ചേരിയുടെ ബാഡ്ജ് ഇളക്കാൻ പോയത് സാജന. അപ്പം സാജന എന്റെ ഡിസിഷനാണ്. അപ്പൊ എല്ലാവരും നിർത്ത്, നിന്റെ ഡിസിഷനൊക്കെ തന്നെ. അപ്പൊ ദീപക് പറയണം, നിനക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം, അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ അത് ചെയ്തോ. ഓക്കെ, റിക്വസ്റ്റ് ചോദിച്ചിട്ടാണ് ഓരോരുത്തരടുത്തും ഞാൻ സംസാരിക്കുന്നത്. ഒരു നിമിഷം എന്ന് പറഞ്ഞ്. അപ്പൊ ഇതുപോലെ കിടന്ന് ഈ കലബല കൂടുമ്പോൾ എനിക്ക് എന്താണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ സാജന ഞാൻ എൻ്റെ സെയിം സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു, എനിക്കത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പൂ കട്ട് ചെയ്യുന്നു, എടുക്കുന്നു. അപ്പൊ ദീപക് സാജന നിനക്കുള്ള പോലെ തന്നെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. എനിക്കൊരു ടെൻഷനും ഇല്ല. അപ്പം നിനക്ക് അപ്പം എല്ലാവരും വന്നിട്ട് സാജന നീ ആ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് അവളുടെ തോട്ട് പ്രോസസ് എന്നിങ്ങനെ ദീപക് പറയുകയാണ്. അവളുടെ കരുതൽ, അവൾക്ക് അത്രമാത്രം കരുതലേ ഉള്ളൂ ഈ കേസിൽ. അപ്പം എന്തിനാണ് അവളുടെ കരുതലൊക്കെ പറയുന്നത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇതിന്റെ തോട്ട് പ്രോസസ് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സാജന അവിടെ കിടന്നുകൊണ്ട് ഉള്ള പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നു. അപ്പം ഇതുവരെ ക്യാപ്റ്റൻ എന്നുള്ള, ഇന്ന് എനിക്ക് ദീപക്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഉണ്ട്. ദീപക് ആസ് എ ക്യാപ്റ്റൻ ഒരു സൂപ്പർ ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം, ദീപക് ഇടപെടേണ്ടടുത്ത് ദീപക് ഇടപെട്ടിട്ടില്ല, അവിടെ അരുണാണ് ഇടപെട്ടിട്ടുള്ളത്. അരുണാണ് ക്യാപ്റ്റൻസി കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നിപ്പോയി. പറയാം, പവിത്രയും സൗന്ദര്യയോട് സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പവിത്ര പറയണം, നീ എന്നെ എന്തിനാണ് പപ്പറ്റ് എന്ന് പറഞ്ഞത്? ദീപക് എന്റെ പപ്പറ്റ് എന്ന് തന്നെ പറയാൻ കാരണം എന്താണ്? ഞാൻ ഇന്നലെ എന്റെ അഭിപ്രായം വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. അപ്പൊ സൗന്ദര്യ ജനറലായിട്ട് ഞാൻ പറഞ്ഞതാടാ, നിനക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, സൗന്ദര്യ ഒരാളുടെ സോറി പറയുന്ന കൊള്ളാം, ആളുകളെ കാലേ വരെ നിലത്തടിക്കുന്ന സൗന്ദര്യ സോറി പറയുന്നത്, ഇത് കൊള്ളാലോ, എന്ത് പയ്യെ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുകയാണ്. ദീപക് തർഷിക്കാരെടുത്ത് ദീപക് പറയണം, സാജനയ്ക്ക് തെറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇവളിങ്ങനെ തെറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ആലോചിക്കണേ, സൗന്ദര്യ പൊട്ടിത്തെറിക്കാനുള്ളതാണല്ലോ. അപ്പോഴാണ് ഇത് എപ്പിസോഡിന്റെ സീൻ മാറുന്നു. സൗന്ദര്യ പവിത്രയുടെ വഴക്ക്. സൗന്ദര്യ പറഞ്ഞ, ഞാനത് പറഞ്ഞിട്ടില്ല. ഫ്രിഡ്ജിന്റെ കേസിൽ അവിടെ കന്നുകൊണ്ട് വഴക്ക് ഭയങ്കരമായിട്ട് കൂടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലടി, നീ എന്താണ് എങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് സാജൻ അങ്ങോട്ടും സൗന്ദര്യ പൊട്ടിത്തെറിക്കുകയാണ് ഈ പറയുന്ന പവിത്രയുടെ അടുത്ത്. അപ്പോഴാണ് ഞാൻ ഇപ്പൊ ശരിയായി എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് വന്നു. കുറച്ച് കഴിയുന്നു, സാജനയും റാണവിനെയാണ് കാണിക്കുന്നത്. റാണവ് പറയാണ്, കുറച്ചുകൂടി നീ ഹോൾഡ് ചെയ്ത് വെക്കാമായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞല്ലോ ക്യാപ്റ്റന് ലിസണിങ് പവർ ഇല്ല എന്നുള്ളത്. അപ്പൊ നിനക്കും കുറച്ച് ലിസണിങ് ക്വാളിറ്റി വേണമായിരുന്നു. അത് കൊള്ളാം, അത് റാണവക്ക് അറിയാം. അപ്പൊ സാജന പറഞ്ഞു, ഞാൻ ലീഡറൊന്നും അല്ലല്ലോ, സോ എനിക്ക് ഇതിന്റെ ആവശ്യമാണ്, മോഡിന് ടോണിനില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാജന കിടന്നുകൊണ്ട് മെഴുകുകയാണ്. വീക്കിലി ടാസ്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് അടുത്ത റൗണ്ടാണ്. ഇതിന് ഇന്ന് കുറെ മാറ്റമുണ്ട് കേട്ടോ വീക്കിലി ടാസ്കിൽ. ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്ത സാധനമാണ്. സാജനയ്ക്ക് എല്ലാവരും കയറുന്നു. സാജനയുടെ കയ്യിൽ വിശാലിന്റെ ബൊമ്മ, റയാന്റെ കയ്യിൽ സാജനയുടെ ബൊമ്മ, സത്യയുടെ കയ്യിൽ ജാക്കിലിന്റെ ബൊമ്മ. അപ്പൊ സാജന പറയണം, ഞാൻ നിൽക്കാം, ജാക്കിലിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കാം. ജാക്കിലിന്റെ ബൊമ്മ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സത്യാനന്റെ കയ്യിൽ. ഞാൻ നിന്നോളാം, എന്റെ ബൊമ്മ കൊണ്ട് വെക്ക റയാനെ, ഞാൻ നിൽക്കാം. അങ്ങനെ റയാൻ കൊണ്ടൊരു വിധത്തിൽ സാജനയുടെ ബൊമ്മ കൊണ്ട് വെക്കുന്നു. ബാക്കി സാജനയുടെ കയ്യിൽ വിശാലിന്റെ ബൊമ്മ, സത്യയുടെ കയ്യിൽ ജാക്കിലിന്റെ ബൊമ്മ. അപ്പം സത്യയും വിശാലും ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് വിശാലിന്റെ ബൊമ്മ ആരുടെ കയ്യിരിക്കുകയാണ്? ഈ പറയുന്ന സാജനയുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് സത്യയുടെ കയ്യിലിരിക്കുന്ന വിശാലിന്റെ ബൊമ്മ വെക്കാം. വിശാലും സമ്മതിക്കുന്നില്ല, സത്യം സമ്മതം അറിയിക്കുന്നില്ല. അപ്പം കുറെ നേരം എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ വീക്കിലി ടാസ്ക് 3 ദിവസമായി. ബിഗ് ബോസ് അല്ലെങ്കിൽ മിണ്ടാതിരുന്നേനെ. ബിഗ് ബോസ് പറഞ്ഞേനെ, വെക്കട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ സമയം അവിടെ നിൽക്കുന്നതായിരുന്നു, കാണാലോ എന്ന് ബിഗ് ബോസ് പറഞ്ഞേനെ. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞില്ല, കാരണം ടാസ്ക് തീരാറായി.
അപ്പൊ ഇനി തീർക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ 10-100 ദിവസം വേണമെങ്കിൽ ഇനിയും കൊണ്ടുപോകും. അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു 10 മിനിറ്റ് സമയം തരും, കൊണ്ട് മര്യാദയ്ക്ക് വെച്ചോണം. അടുത്ത് ആരും കേൾക്കുന്നില്ല. 5 മിനിറ്റ് സമയം തരും, വെച്ചില്ലെങ്കിൽ 2 പേരും ഔട്ടാവും എന്ന് പറയുന്നു. 2 പേരും ഔട്ടാവുന്നു. അങ്ങനെ ജാക്ലിനും വിശാലും 7ാമത്തെ റൗണ്ടിൽ ഔട്ടാവുകയാണ്. അടുത്ത ബിഗ് ബോസ് അപ്പോഴാണ് പറയുന്നത് അപ്പൊ ഇനി 10 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കളിക്കാൻ 10 പേര് മാത്രം ബാക്കിയായി. കുറെ പേര് ഔട്ടായി, 10 പേരേ ഉള്ളൂ. അപ്പൊ ടാസ്കിൽ ഇനി ജയിക്കുന്നവര് അടുത്ത ആഴ്ചയ്ക്ക് നോമിനേഷൻ ഫ്രീ ആകും. ഓട്ടോമാറ്റിക്കലി നോമിനേഷൻ ഫ്രീ ആകും എന്ന് പറഞ്ഞാൽ അതായത് അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അടുത്ത 8ാമത്തെ റൗണ്ട് വരുന്നു. അടിപിടിയൊന്നുമില്ല, സത്യ ഔട്ടാവുന്നു. അടുത്ത് അപ്പോഴാണ് ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസ് ഈ റൗണ്ട് എന്ത് വേഗം തീരുന്നത്, ഒരു കാര്യം ചെയ്യാം എന്ന് അങ്ങനെ ബിഗ് ബോസ് പറയുന്നു ഔട്ടായി നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാം, കളിക്കാം. എങ്ങനെ കളിക്കാം? ബൊമ്മയെ തൊടാൻ പാടില്ല, ബൊമ്മയെ പിടിക്കാൻ പാടില്ല, ബൊമ്മയെ കൈമാറാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് തടുക്കാം, അവരെ തടുക്കാം. കണ്ടസ്റ്റൻസ് ഏതൊക്കെ ബൊമ്മ കൊണ്ടുവയ്ക്കണം. ഇപ്പൊ മഞ്ചേരിയുടെ ബൊമ്മ ഒരാൾ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകണ്ട, നീ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാൽ മഞ്ചേരിയെ തടുക്കാം, പിടിക്കാം, തടയാം. മനസ്സിലായോ? പക്ഷെ ബൊമ്മയെ തൊടാൻ പാടില്ല, ബൊമ്മ കൈമാറാൻ പാടില്ല. പിന്നെ ഡോൾ ഹൗസിനകത്ത് കയറാനും പാടില്ല. അപ്പം തടുക്കാം എന്ന് പറയുകയാണ്. ഇതിനകത്ത് ബോൾ പിറ്റിനകത്ത് മറ്റേ കൂട, ഇന്ന് വീണ്ടും ആ കൂട കൊണ്ടുവന്ന കൂടക്കകത്തും കയറാൻ പാടില്ല എന്ന് പറയുകയാണ്. പക്ഷേ ബസറടിക്കുന്നതും പോയി മുത്തു ആ കൂടക്കകത്ത് കയറുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് വേഗം തന്നെ മുത്തു എഴുന്നേറ്റ് മാറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് വേറെ ഓരോരുത്തർ ഡോൾ കൊണ്ടുവയ്ക്കാൻ പോകുന്നു. എല്ലാവരുടെ ഡോൾ ഹൗസിന്റെ ഫ്രണ്ടിൽ ഔട്ടായ എല്ലാവരുടെ ഡോൾ ഹൗസിന്റെ ഫ്രണ്ടിൽ കയറിയുന്നുകൊണ്ട് തടയുവാണ്. അപ്പോഴാണ് ഇതിനകത്തൊരു ചിന്ന പ്രോബ്ലം നടക്കുന്നത്. എന്താണ്? റാണവ് ഈ ബോൾ പിറ്റിനകത്ത് കയറുന്നു. ജെഫ്രി അതിനകത്തുനിന്ന് ബൊമ്മ എടുക്കുകയാണ്. ബൊമ്മ എടുക്കുമ്പോഴത്തേക്കും റാണവ് ജെഫ്രി ഇങ്ങനെ, റാണവ് അറിയാലോ എത്രച്ചുണ്ട്, ജെഫ്രി ആണെങ്കിൽ ഇത് എത്രച്ചേ ഉള്ളൂ. ജെഫ്രിയൊക്കെ ഇങ്ങനെ ഇറക്കി, ജെഫ്രിയുടെ വയറ്റിലൊക്കെ ഇങ്ങനെ ഇറക്കി പിടിച്ചുകൊണ്ടില്ല ബൊമ്മ ഇരിക്കണം. ബൊമ്മ എങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ജെഫ്രി ആണെങ്കിൽ അറിയില്ല ഇത്തിരിയേ ഉള്ളൂ, കളിയാക്കുന്നതല്ല. റാണവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജെഫ്രി ഇത്തിരിയേ ഉള്ളൂ. ആ ജെഫ്രിയെ പിടിച്ച് ഇറുക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജെഫ്രി ഇരുന്ന് ഭയങ്കര കരച്ചില്, ബൊമ്മയെ പിടിക്കരുത്, ബൊമ്മയെ പിടിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ജെഫ്രി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നു ബൊമ്മയെ പിടിക്കാൻ പാടില്ല. അപ്പൊ റാണവ് എന്നിട്ടും വിടുന്നില്ല. ഇവനെ പിടിച്ചുകൊണ്ട് നേരെ ബോൾ പിറ്റിനകത്ത് നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വേഗം ആ ബോൾ പിറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ റയാനും കൂടെ വന്ന് പിടിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലിയാണ്. ബൊമ്മയിൽ റാണവ് എന്നിട്ടും കൈവിടുന്നില്ല. വെളിയിൽ ഇറങ്ങിയിട്ടാണ് റാണവ് ഒരുവിധം കൈവിടുന്നത്. ഓക്കെ, അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പിടിയും വലിയ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. റാണവ് ഒരുവിധം ബൊമ്മയെന്ന് പിടിവിട്ട് ഇവന്റെ വയറ്റിൽ ഇറക്കാണ്. ജെഫ്രിയുടെ വയറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മഞ്ചരിയുടെ കയ്യിലിരിക്കുന്ന ആനന്ദിയുടെ ബൊമ്മയെ തടുക്കുകയാണ് റയാൻ പോയി വയറ്റിൽ ഇറക്കിക്കൊണ്ട്. അപ്പം ഈ റൗണ്ട് കഴിയുമ്പോൾ തന്നെ റയാന്റെ ബൊമ്മ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നില്ല. റയാൻ ഔട്ടാവുന്നു. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ഒരു സാധനം, ഇത് കഴിഞ്ഞ ടാസ്ക് കഴിയുന്നതും റയാൻ പോയി കെട്ടിപ്പിടിക്കുന്നു. ജെഫ്രിയെ പോയി റയാൻ കെട്ടിപ്പിടിച്ചിട്ട് ദെൻ ഓടി വന്ന് റയാൻ എന്ത് ചെയ്യുന്നു, നീ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു ഒറ്റ തള്ള് ഈ നിൽക്കുന്ന റാണവിനെ ഇങ്ങനെ തള്ളുന്നതും റാണവ് ഇങ്ങനെ ജസ്റ്റ് പറയിലേക്ക് ഇങ്ങനെ റാണവ് ഇങ്ങനെ കുതിച്ച് കയറുന്നു. പക്ഷെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ വന്ന് 2 വഴിയാട്ടം കൊണ്ടുപോകുന്നു. അരുൺ വന്നിട്ട് ഈ റാണവിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ജാക്ലിനും സൗന്ദര്യം വന്നിട്ട് റയാനെ മറു സൈഡിലോട്ട് കൊണ്ടുപോയി 2 സോഫയിലായിട്ട് ഇരുത്തുന്നു. 2 പേരുടെ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ ഒരു മോശം വഴക്കാണ്. പക്ഷെ ഇത് ഫിസിക്കൽ അറ്റാക്കാണ്. കാരണം ടാസ്കിനകത്താണ് ഇത് സംഭവിച്ചെങ്കിൽ നമുക്ക് ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ പ്രൊമോ വന്നു, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ടാസ്കിനകത്താണ് നടന്നതെന്നാണ്. പക്ഷെ ടാസ്ക് ബസർ എൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഇൻസിഡന്റ് നടന്നത്. നല്ലപോലെ പുഷാണ് ചെയ്തത്. റെഡ് കാർഡ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തമിഴ് ബിഗ് ബോസ് ആയതുകൊണ്ട് ചാൻസ് കുറവാണ്, ഭയങ്കര കുറവാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ യെല്ലോ കാർഡ് ഉറപ്പായിട്ടും കിട്ടും. ചിലപ്പോൾ 2 പേർക്ക് യെല്ലോ കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. റാണവും പിടിച്ചിങ്ങനെ തൊടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അറ്റാക്ക് തന്നെയാണ് സാധനം. അങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്നീട് റാണവ് ജെഫ്രിയെ ഇറുക്കി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വഴക്കും അടിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. റയാൻ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. ദെൻ റാണവ് ജാക്ലിനെ സംസാരിക്കുകയാണ്. ജാക്ലിൻ പറയാണ്, ആദ്യം ആരാണ് പിടിച്ചത്? നീ അല്ലേ പിടിച്ചത്, നീ തന്നെ ആദ്യം പിടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന റാണവ് നീ അടങ്ങി ഇരിക്കടി എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് പറയുന്നുണ്ട്. ആ വേർഡ് മ്യൂട്ട് ആക്കുമ്പോഴത്തേക്ക് സൗന്ദര്യം അവിടെ ജാക്ലിൻ്റെ അടുത്ത് ഇരിക്കുവാണ്. അപ്പൊ സൗന്ദര്യം ഇത്രയും നേരം സൗന്ദര്യം മര്യാദക്ക് സംസാരിക്കും, നീ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴത്തേക്കും റാണവ് നീ വാ മൂടിപ്പോയി അവിടെ ഇരി, ഹേയ് എൻ്റെ അടുത്ത് വാ മൂടാൻ പറയാൻ നീ ആരടാ എന്റെ വാമൂടാൻ പറയാൻ. അപ്പൊ ജാക്ലിൻ അങ്ങനെ പറയരുത് റാണവ്. അപ്പോഴത്തേക്കും റാണവ് എടീ സൗന്ദര്യം നീ മുടി ഇങ്ങനെ എടുത്താക്കിക്കൊണ്ട് നടയടി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആക്കൂടാ എന്ന് പറഞ്ഞു സൗന്ദര്യം എടുത്ത് അങ്ങനെ ആക്കുന്നു. സൗന്ദര്യം വന്ന് റയാൻ പിടിച്ചു മാറ്റുന്നു. അപ്പോഴത്തേക്കും ജാക്ലിൻ അങ്ങനെ പറയാൻ പാടില്ല, നീ ആ പറഞ്ഞ വാ മൂടിയിരി എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ് നിനക്കില്ല റാണവ്. അപ്പോഴത്തേക്കും ആണോ ജാക്ലിൻ സോറി ജാക്ലിൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഈ സോറി കേൾക്കുന്നു, സൗന്ദര്യം അടുത്താണല്ലോ അത്തിരി സോറി പറയണം. അപ്പൊ സൗന്ദര്യ സോറി നിന്റെ
ബാക്കി ഞാൻ പറയുന്നില്ല. ഒരു ആണ് വിളിക്കുന്നത്, മലയാളത്തിൽ ഭയങ്കര വലിയ തെറിയാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളവിടെ ഫില്ല് ചെയ്തോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ലാസ്റ്റ്. അവിടെ ആദ്യത്തെ ലെറ്റർ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം സോറി നിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ തെറിയല്ല കേട്ടോ, മലയാളത്തിലാണ് തെറി. അപ്പോഴപ്പോൾ ഞാൻ ഇങ്ങനെ ആ തെറി ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, പക്ഷേ അൻഷിത അവിടെ ഉണ്ടായിരിക്കില്ല, അൻഷിതയ്ക്ക് അറിയായിരിക്കും ഈ എന്താണ് ഈ തെറി വിളിച്ചപ്പോൾ അൻഷിതയുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും ഞാൻ നോക്കി. പക്ഷെ അൻഷിതയെ കണ്ടില്ല ഈ ഏരിയയിൽ. ഓക്കെ, പിന്നീട് സൗന്ദര്യം ജാക്ലിനും ഒരറ്റത്ത്, റാണവിൽ നിന്ന് നല്ല രീതിക്ക് വഴക്ക് കൂടുന്നു. 10ാമത്തെ റൗണ്ടിൽ നിന്നും രഞ്ജിത്ത് ഔട്ടാവുന്നു. 11ാമത്തെ റൗണ്ടിൽ നിന്നും ആനന്ദി ഔട്ടാവുന്നു. തള്ളലും ഉന്തലും ഒക്കെ ഉണ്ട്, എന്നാലും ഔട്ടാവുന്നു. അതിനുശേഷം റാണവ് വിശാലും കൂടെ കട്ടിലിരിക്കുവാണ്. റാണവ് ഒന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പോൾ വിശാൽ പറയാണ് 5 മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ അടിയായാലും പിടിയായാലും ഒക്കെ നടക്കുന്ന സമയത്ത് ദീപക് ഈസ് കംപ്ലീറ്റ്ലി സൈലന്റ്. അതെ, കാരണം അരുൺ ഫുള്ള് ഭയങ്കര പവറോടുകൂടി മാസോടുകൂടി നിൽക്കുകയാണ്. പക്ഷെ ദീപക് ഒന്നുമില്ല. അരുണാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ നോക്കുന്നത്, പക്ഷെ ദീപക് ഒന്നിനും ഇടപെടാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും ദിവസം ഇരുട്ടും വരെ വെള്ളം കോരിയിട്ട് ദീപക് ഒന്നും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊന്നും തോന്നി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ ആരെങ്കിലും ഇതിൻ്റെ പേര് പറഞ്ഞൊരു പൂ പറിക്കുമായിരിക്കും. കാരണം ദീപക് ഇത്രയും ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ഒത്തിരി നമ്മൾ പ്രതീക്ഷിച്ച മെയ് ലീഗോ എന്നും എടുക്കുക, ദീപക് വളരെ ഇക്വാളിറ്റിയോടുകൂടി തന്നെയായിരുന്നു നിന്നത്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഇതിൽ മാത്രം ദീപക്കിനെന്തോ നേരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് റാണവ് റയാന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ റയാൻ പറയണം നമ്മുടെ വിശാലും റാണവുണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ വിശാൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ പോയി സോറി പറയും. പിന്നെ എന്താണ്, അത് മാത്രമല്ല റയാൻ അവിടെ പിടിച്ചിരുന്നത് കണ്ടോ, റയാനാണെങ്കിൽ മഞ്ചരിയെ പിടിച്ചുകൊണ്ട് നിന്നു. അപ്പം മഞ്ചരി ഒരു സ്പോർട്ടിംഗ് മെസ്സായിട്ട് എടുത്തു എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് റാണവും റയാനും കൂടെ നേരെ സംസാരിക്കാൻ വരുന്നു. റാണവ് പറഞ്ഞു, തള്ളിയത് നീയല്ലേ, എന്നെ ബാൽപ്പെട്ടിൽ നിന്ന് തള്ളിയത് നീയല്ലേ? അപ്പം റയാൻ, നീയും ജഫ്രിയും കൂടെ അതിനകത്തൊന്നും തള്ളുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്, നിന്നെ ഞാൻ തള്ളിയതല്ല. അപ്പോഴത്തേക്കും ശരിയാണല്ലോ. അപ്പൊ റാണവ്, ജഫ്രി എന്നെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് എന്നെ ഇടിച്ചു. അപ്പോഴത്തേക്കും റയാൻ, എടാ 110 കിലോ ഉള്ള നീ 55 കിലോ ഉള്ള അവനെ പിടിക്കാൻ നിനക്ക് ഇതില്ലേടാ, ഒരു ഇതില്ലേ, എന്താണ് കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ മുത്ത് പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അത് കാണിച്ചത് അവൻ്റെ ഗെയിം, ഇവൻ കാണിച്ചത് ഇവൻ്റെ ഗെയിം, ഓരോന്നും ഓരോ ഗെയിമാണ്. ഓഡിയൻസ് തീരുമാനിക്കും ഇതിനകത്ത് എന്താണ് ന്യായം എന്നുള്ളത്. ഓക്കെ, ഇവിടെ മൂക്കിടിച്ച് റെഡ് കാർഡ് വാങ്ങിക്കാനല്ലല്ലോ, ഇപ്പം നീ പോയി അവൻ്റെ മൂക്കിടിക്കുന്നു, അവൻ നിന്റെ മൂക്കിടിക്കുന്നു, രണ്ടുപേരും റെഡ് കാർഡ് വാങ്ങി ആരും വെളിയിൽ പോവരുത് എന്നിങ്ങനെ മുത്ത് പറയുന്നു. അപ്പോൾ റയാൻ, അത് നമ്മൾ ചെയ്യൂലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതൊന്നും ചെയ്യാൻ നമ്മൾ കൊച്ചു പിള്ളേരല്ലല്ലോ, നമുക്ക് അറിയാമല്ലോ എന്നിങ്ങനെ റയാൻ പറയുന്നു. അപ്പം മുത്തു, അതല്ലേ പൊന്നുമോനിപ്പോൾ ഇവിടെ ചെയ്തത്, നിങ്ങൾ അത് തന്നെയാണോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അടുത്ത റൗണ്ട് വരുന്നു. അതിനകത്ത് ആ റൗണ്ടിനകത്ത് ഈ കണ്ടസ്റ്റൻസ്, ഈ ഔട്ടായ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഈ ഡോൾ ഹൗസിന്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തള്ളിയിട്ട് വേണം ബാക്കിയുള്ളവർ പാമ്പ വെക്കാൻ പോകുന്നവർ കയറാൻ. അങ്ങനെ ശിവ കയറുന്ന സമയത്ത് മഞ്ചരി തൊട്ട് പിറകെ നിൽക്കുകയാണ്. അപ്പോൾ മഞ്ചരിക്ക് കയറാൻ വേണ്ടിയിട്ട് മഞ്ചരി എന്ത് ചെയ്യുന്നു, ശിവയുടെ ടീഷർട്ടിൽ ഇങ്ങനെ പിടിച്ച് പിറകിൽ നിന്ന് വലിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്നു, ഒക്കെ വലിക്കുകയാണ്. അപ്പോൾ ശിവയ്ക്ക് നല്ലപോലെ കഴുത്ത് വേദനിക്കുന്നുണ്ട്. ആ റൗണ്ട് എൻഡ് ആവുന്നു. ആ റൗണ്ട് എൻഡ് ആവുമ്പോഴത്തേക്കും മഞ്ചരിയും പവിത്രയുടെ വഴക്കാവുകയാണ്. കാരണം മഞ്ചരിയുടെ പാവ ഔട്ട് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പവിത്ര, നീ എൻ്റെ പാവ കൊണ്ട് വെച്ചില്ലല്ലോ, നിനക്ക് എൻ്റെ വെക്കായിരുന്നില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വഴക്കാവുന്നു. വഴക്കല്ല, ചെറിയ രീതിക്ക് സംസാര വിഷയമാവുന്നു. അപ്പം ഓൾറെഡി ശിവയ്ക്ക് പൊട്ടിയിരിക്കുകയാണ്. ശിവ ഇങ്ങനെ വലിച്ചതുകൊണ്ട് ശിവ അത് ഗെയിം സ്പോട്ടിലാണ് എടുത്തത്. പക്ഷേ ശിവ എടുത്ത് ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തില്ല, വന്നിട്ട് അറിയൂ ഓക്കെ എന്ന് ചോദിച്ചില്ല. നമ്മളിപ്പോൾ ഒരു ഗെയിമിൽ അടിപിടിയെ കൊണ്ടുവരാടാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുമ്പം അതെല്ലാം നമുക്ക് മാറും. പക്ഷേ ശിവയുടെ അടുത്ത് ആ സാധനം ചോദിച്ചു. ചിലപ്പം മഞ്ചരിയും പവിത്രയിൽ നിന്നൊരറ്റത്തോടെ വഴക്കുള്ളൂ. അപ്പോൾ ശിവയ്ക്ക് നല്ല പൊട്ടുന്നു. ശിവ വന്നിട്ട്, മഞ്ചരി എന്താണ് എന്നെ കാണിച്ചാൽ പിടിച്ചോണ്ട് സോറി പോലും ചോദിച്ചില്ല, ആർക്കും ഓക്കെ എന്ന് പോലും ചോദിച്ചില്ല, എന്തോന്നാണ് നിങ്ങളിങ്ങനെ ഭയങ്കര ഇതുപോലെ തന്നെ ഭയങ്കര അലറക്കമാണ്. ശിവ അങ്ങ് നിന്ന് ഭയങ്കര അലറക്കമാണ്. ആർക്കും ഓക്കെ എന്ന് മഞ്ചരി മാത്രമല്ല കണ്ടോണ്ടിരുന്ന ഒരാളും ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അലർച്ച. ശിവ എന്നിട്ട് എന്താണ് ഭയങ്കര അലർച്ചയാണ്. അപ്പോൾ വീട്ടുകാർ ഒരു വിധത്തിൽ തണുപ്പിച്ചവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും സോറി, ഞാനത് അറിഞ്ഞില്ല, ഇവിടെ ആവശ്യമില്ല എന്നാണ് സംസാരിക്കുന്നത്, നിനക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. ശിവ ഒരു സീൻ. അങ്ങനെ 12ാമത്തെ റൗണ്ടിൽ നിന്ന് മഞ്ചരി ഔട്ടാവുന്നു. ദെൻ മഞ്ചരി പവിത്രയോട് സംസാരിക്കുക. പവിത്ര പറഞ്ഞു, ഞാൻ പോണില്ല, ഞാൻ ഔട്ടായി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ മഞ്ചരി, എടി ഞാൻ നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്റെ പാവം കൊണ്ട് വെച്ചത്, ഓക്കെ. അപ്പോൾ പവിത്ര ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഞാൻ പോകുന്നത്, നിങ്ങളിങ്ങനെ ഞാൻ ഔട്ടാക്കി മനഃപൂർവ്വം എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ജാക്കലിൻ, എടി അത് നമുക്ക് പിന്നെ സംസാരിക്കാം, ഓക്കെ. ഗെയിം ആദ്യം പോയി കളിക്ക്. പവി നീ ഇതുവരെ എത്തി, അപ്പം ഇനി അവസാനത്തെ 5 പേരിലായി നീ, അപ്പം നീ ഇനി പോയി കളിച്ച് ജയിക്ക്. പക്ഷേ 13ാമത്തെ റൗണ്ടിൽ അൺഫോർച്ചുനേറ്റ്ലി പവിത്ര തോക്കുന്നു. പിന്നീട് ജാക്കലിൻ അരുണിൻ്റെ അടുത്ത് പറയുവാണ്,
അരുൺ ചേട്ടാ നിങ്ങളും ജെഫ്രിയും കൂടെ ഒരുമിച്ച് നിൽക്കുക. ജെഫ്രി നിങ്ങളുടെ ഭാവയെ എടുക്കും, നിങ്ങൾക്ക് ജെഫ്രിയുടെ ഭാവയെ എടുക്കാം. അവസാനം വരെ നിങ്ങളൊന്ന് കളിക്കുക. കുറച്ച് കഴിഞ്ഞാൽ അരുൺ റയാനെ പറഞ്ഞേടാ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, സാജനയും ജെഫ്രിയും ശിവയും കൂടെ ടോപ്പ് 5 പോട്ടെ. ടോപ്പ് 5 പോട്ടെ. ടോപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് 5 ആണ്. ഇവർ അതൊക്കെ ചിന്തിച്ചു. ഇവിടെ 56 ദിവസം ആയതേ ഉള്ളൂ. എനിക്ക് വേണ്ട, അത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നെ രാത്രിയാവുന്നു, ഓക്കെ, ലൈറ്റ്സ് ഒക്കെ ഓഫായി. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവർ ഈ ദീപകിന്റെ കേസാണെന്ന് ദീപക് ഭയങ്കരമായിട്ട് ലീഡറായിട്ട് നിന്നിട്ട് ഈ പവറിൽ ഇതിലൊന്നും ഇടപെട്ടില്ല. അപ്പം എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം തോന്നി. റാദർ ദാൻ ദിസ് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ 53 എപ്പിസോഡുകൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുന്നു. ഇനി കറക്റ്റ് പകുതിയാണ്. 106 ദിവസമാണ് മൊത്തം. ഈ 106 എപ്പിസോഡാണ്. അതിനകത്ത് 53 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര വ്യൂ ഇല്ലെങ്കിലും നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു 10 കമൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 10 പേർക്കെങ്കിലും ബിഗ് ബോസ് എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാനിന്ന് ചെയ്യുന്നത്. എനിക്കും പേഴ്സണലി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും, അതും വേറെ കാര്യം. അപ്പം ഈ 53 ദിവസം ബിഗ് ബോസിന്റെ ഹാഫ് ജേർണി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.